ഹലോ. അപ്പോൾ ഇതൊരു കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് മാത്രമല്ല, കുക്കിങ്ങും അതുപോലെ തന്നെ വിളമ്പലും കഴിക്കലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പും ഒക്കെ ഇട്ടു, വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് വേവിച്ച് പൊടികളൊക്കെ ഇട്ട് വേവിക്കാനാണ്. അപ്പോൾ സാമ്പാർ പ്രിപ്പറേഷനിലാണ്. ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സാമ്പാർ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ദോശയുടെ മാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ദോശയും കൂട്ടി കഴിക്കാൻ തോന്നി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് അടിപൊളി സാമ്പാറാണ് വെക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വിസിൽ കേൾപ്പിക്കുന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇടുന്നു. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഇടുന്നത് സാമ്പാർ പൊടി ഇടുന്നില്ല. പൊടികളായിട്ട് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഇത്രയുമാണ് പൊടികളായിട്ടിടുന്നത്. അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. അതിന് ശേഷം കായം ഇടാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ കായം ലാസ്റ്റാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എനിക്ക് കായം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കായം കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ കുക്കർ അടച്ച് ഒരു 3 വിസിൽ കേൾക്കുമ്പോഴത്തേനും ഓക്കെ. എനിക്ക് ഈ സാമ്പാർ ഈ വെന്തുടയുന്നത് ഇഷ്ടമല്ല. സാമ്പാറിലെ പരിപ്പാണേലും വെജിറ്റബിൾസ് ആണേലും കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇതാ സാമ്പാർ വിസിലൊക്കെ കേട്ടു, വെന്തു. ഇനി താളിച്ച് ഊറ്റലാണ്. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിന് ശേഷം ബാക്കി താളിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഇതാ എണ്ണയിലോട്ടിട്ട് താളിച്ചൂറ്റം. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് പുളി വെള്ളത്തിലിട്ടു. അപ്പോൾ പുളിവെള്ളം ലാസ്റ്റ് സാമ്പാറൊക്കെ തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. പിന്നെ താളിക്കാനുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക. അതാകുമ്പോൾ നമ്മുടെ സാമ്പാറിനാണെങ്കിലും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് സാമ്പാറേ എടുക്കുന്നുള്ളൂ, ചമ്മന്തി എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡിന്നറിന് ഞാനും സാറായും കഴിക്കാനുള്ള ഇക്ക ഉണ്ടെങ്കിലാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ചമ്മന്തി നിർബന്ധം. അപ്പോൾ ഞാനും സാറായും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പാറും ദോശയും ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കൂട്ടാറ് കുറവാണ്. സാമ്പാറുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അപ്പോൾ ഇതാ സാമ്പാറിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയായി. സാമ്പാറിൻ്റെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ താളിച്ച് ഊറ്റി ഇനി കുറച്ച് നേരം കിടന്ന് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് നേരം തിളയ്ക്കട്ടെ. അപ്പം ഒന്ന് ഇരിക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ. അപ്പോൾ ഇത് സൺഡേ ഡിന്നർ പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ ദോശയുടെ മാവും ഇനിയിപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ചൂടണം. സാധാരണ നമ്മൾ ഇപ്പോൾ മോൾക്ക് സ്കൂൾ തുടങ്ങി. ഇനിയുള്ള നമ്മുടെ വീക്കെൻഡ് റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും. ഇനിയിപ്പം പുറത്ത് പോവുക, കറങ്ങൽ കാര്യങ്ങൾ, ഈവനിങ് കുട്ടികളുമായിട്ട് പുറത്ത് പോകൽ ഇനിയിപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും. സൺഡേ ഇനി ഞാനും കുട്ടികളും വീട്ടിലായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് സ്കൂളും വെക്കേഷനും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ സൺഡേ ഇറങ്ങുമായിരുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൺഡേ ഞങ്ങൾ പൊതുവെ ഇറങ്ങാറില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ചുമ്മാ വീക്കെൻഡ്സിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സൺഡേ ഇറങ്ങാറില്ല. അപ്പോൾ ഞാൻ ദോശ ചുടുകയാണ്. നല്ല നൈസ് ദോശ എനിക്ക് അത്ര ഇഷ്ടമല്ല പേഴ്സണലി. ഇക്കാക്ക് നൈസ് ദോശയാണ് ഞാൻ ഉള്ളപ്പോൾ ചുട്ട് കൊടുക്കാറ്. എനിക്ക് തട്ടുദോശയാണ് ഇഷ്ടം. സാറാ പിന്നെ എന്തും കഴിച്ചോളുമല്ലോ. കുഞ്ഞുങ്ങളാകുമ്പോഴത്തേനും നമ്മളെല്ലാം കൊടുത്ത് ശീലിപ്പിക്കണമല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ ഓരോരോ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിക്ക് ദോശയാണ് ഇന്ന് ചുടുന്നത്. തിന്നായിട്ടുള്ള ദോശ ഇക്ക ഉള്ളപ്പോഴാണ് തിന്നായിട്ടുള്ള ദോശ ചുട്ട് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദോശയും വെന്തു. അപ്പോൾ ഓരോരോ ദോശയെടുത്ത് കാസ്ട്രോളിലേക്ക് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരോ ദോശ ചുടുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ സാമ്പാറും ദോശയും. അതുപോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും.
അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് രാത്രി എന്ത് ചെയ്യും, തട്ടിക്കൂട്ടി ഒരു സാമ്പാറൊക്കെ വയ്ക്കും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്തു. അപ്പം കടും ബ്ലാക്ക് ടീ അങ്ങനെ എപ്പോഴും കുടിക്കുന്ന പതിവൊന്നുമില്ല. ഒരു ഗ്ലാസ് ഇരുന്നത് കൊണ്ട് ചൂടോടുകൂടി കുടിക്കാം എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ എടുത്തു. പിന്നെ ഇതാ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ദോശ എടുക്കുന്നുണ്ട്, നല്ല ചൂട് ദോശ. അപ്പോൾ ആവശ്യത്തിന് ദോശ സാറായ്ക്കും എനിക്കും മാത്രം ചുട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ദോശയെ ഞാൻ ചുട്ടിട്ടുള്ളൂ. അതിനുശേഷം അതാ ചൂട് സാമ്പാർ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒഴിക്കും കേട്ടോ. എനിക്ക് സാമ്പാർ ദോശയിലും ഇഡ്ഡലിയിലൊക്കെ നല്ല മുങ്ങിക്കിടക്കണം. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ച് തൊട്ട് കൂട്ടാനൊന്നും പറ്റില്ല. സാമ്പാറൊക്കെ നന്നായിട്ട് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കാനാണ് ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോയ്ക്കൊരു ഭംഗി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കപ്പും ഈ പ്ലേറ്റും ഒക്കെ എടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കംഫർട്ടായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കംഫർട്ടായിട്ടുള്ള രീതി എന്ന് പറയുന്നത് എൻ്റെ സ്റ്റീൽ പ്ലേറ്റിലാണ്. അപ്പോൾ ഒരു ഭംഗിയിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ ഇതാ വളരെ അടിപൊളിയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് വേണ്ട സാമ്പാർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കഴിക്കുന്ന കൂടെ ഞാൻ വീണ്ടും സാമ്പാർ ഒഴിക്കും. അപ്പം ഇങ്ങനെ സാമ്പാറും അവിയലൊക്കെ വയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സാറായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് പോയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ മെനക്കെട്ട് ഇത്ര വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ സാമ്പാറും അവിയലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ക്യാരറ്റ് ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും നല്ല എല്ലാ വെജീസും നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇടയ്ക്ക് അതുകൊണ്ട് ഇങ്ങനെ സാമ്പാറും അവിയലും ഒക്കെ വയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല ഗുണമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടി എല്ലാവരും സാമ്പാർ അവിയലൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. അപ്പം മക്കൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കഴിച്ചോളും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂട്, കൈ തൊടാൻ പറ്റുന്നില്ല.